ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ വീഡിയോ പരമ്പരയുടെ 7ാമത്തെ എപ്പിസോഡാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും രുചിയും മയവും പുളിപ്പിക്കൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് ഈസ്റ്റ്. പലരും ധരിച്ചിരിക്കുന്നത് ഈസ്റ്റ് ഒരു രാസപദാർത്ഥമല്ല, ഈസ്റ്റ് ഫംഗസ് വിഭാഗത്തിൽ വരുന്ന സാധനമാണ്, അണുക്കളാണ്. ആ ഈസ്റ്റ് ഉപയോഗിക്കുന്നതിൽ കൂടി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പല സാധനങ്ങളും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായ അപ്പം, വെള്ളയപ്പം എന്ന പേരിൽ വിളിക്കപ്പെടുന്ന അപ്പം, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഹെൽത്ത് ടോണിക് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വൈൻ ഉൽപ്പന്നങ്ങൾ, ലഹരിക്കായിട്ടുള്ള വൈൻ ഉൽപ്പന്നങ്ങളല്ല ഞാൻ പറയുന്നത്, ഹെൽത്ത് ടോണിക് എന്ന നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈൻ ഉൽപ്പന്നങ്ങൾ. ഉദാഹരണത്തിന് നമ്മുടെ ചക്കയുണ്ട്, ഇരുമ്പമ്പുളി അല്ലെങ്കിൽ പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇലിമ്പിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന പുളിഞ്ചിക്കയുണ്ട്, അതുപോലെ തന്നെ ജാതിക്കയുടെ പുറന്തോടുണ്ട്. അങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം അതെല്ലാം മെഡിസിനൽ സാധനങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഔഷധ ഗുണത്താൽ സമ്പന്നമായ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങളും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിർമ്മിക്കുമ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അത്തരത്തിലുണ്ടാക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും രുചിയും മയവും പുളിപ്പിക്കൽ പ്രവർത്തനവും അതുപോലെ തന്നെ അതിന് മണവും ഏറ്റവും നന്നാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ ഒന്നാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമായി, ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായി ഈസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് ശരിയായിട്ട് തയ്യാറാക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മുടെ ആളുകൾക്ക്, ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയത്തില്ല. ഈ പുളിപ്പിക്കൽ പ്രവർത്തനത്തിന് വേണ്ടി, മയം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി, അതുപോലെ തന്നെ രുചി ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ പല സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, വയറിന് പ്രശ്നമുണ്ടാക്കുന്നില്ലാത്ത സാധനമാണ് ഈസ്റ്റ് എന്നുള്ളത് കൊണ്ടാണ് ഈസ്റ്റ് ഉപയോഗിച്ച് ഈസ്റ്റ് ലൈനി തയ്യാറാക്കുന്ന രീതിക്ക് വളരെ കൂടുതൽ പ്രാധാന്യമുള്ളത്. ഈസ്റ്റ് ലൈനി നമ്മൾ സാധാരണഗതി ഉണ്ടാക്കുന്ന സമയത്ത് പലരും ചെയ്യുന്നത്, നമ്മൾ ഏത് സാധനമാണോ ഉണ്ടാക്കേണ്ടത് ആ സാധനത്തിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുക, അതല്ല എങ്കിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഈസ്റ്റ് ലൈനി സാധാരണ സ്റ്റാർട്ടർ ലൈനി എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനം നടത്തുന്ന ഈസ്റ്റ് ലൈനിയാണ്. ആ ഈസ്റ്റ് ലൈനി ഉണ്ടാക്കുന്നതിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ രുചിയെയും മയത്തെയും ആവശ്യത്തിനുള്ള പുളിപ്പിക്കൽ നൽകുന്ന പ്രവർത്തനത്തെയും അതുപോലെ തന്നെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മണത്തെയും സാരമായി ബാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കെല്ലാം അതിന് പൂർണ്ണതയിലുള്ള രുചി ഉണ്ടാക്കി കൊടുക്കുന്നത് ഈസ്റ്റ് ലൈനി ഉണ്ടാക്കുന്നതിലെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈസ്റ്റ് ലൈനി ഉണ്ടാക്കുന്നത് നമുക്കറിയാൻ പാടില്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പെർഫെക്ഷൻ കിട്ടിയതാണ്. ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ട് എങ്കിൽ ഈസ്റ്റ് ലൈനി നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ അളവിനനുസരിച്ച് എത്രമാത്രം എടുക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും എന്നറിഞ്ഞിരിക്കണം. സാധാരണഗതിയിൽ നമ്മൾ 1 കിലോയുടെ സാധനം ഉണ്ടാക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട ഈസ്റ്റ് 5 ഗ്രാമാണ്. 5 ഗ്രാം ഈസ്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ
വേറെയും 2 സാധനങ്ങൾ കൂടി അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് ഈസ്റ്റ് ലൈനിങ് ഉണ്ടാക്കുന്നതിന്. ഒന്ന് വെള്ളമാണ്, 2 പഞ്ചസാരയാണ്. അപ്പോൾ ഈസ്റ്റ് ലായനിയുടെ അളവുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്ര വെള്ളം ചേർക്കണം, എത്ര പഞ്ചസാര ചേർക്കണം എന്നുള്ള കാര്യം നിശ്ചയിക്കപ്പെടുക. 5 ഗ്രാം ഈസ്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് നേരെ ഇരട്ടിയായിരിക്കണം അതിലേക്ക് ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ്. 5 ഗ്രാം ഈസ്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 20 ഇരട്ടിയായിരിക്കണം നമ്മളത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ലൈനിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ ഈസ്റ്റ് ലൈനിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അനുപാതം എടുക്കുന്ന ഈസ്റ്റിൻ്റെ നേരെ ഇരട്ടിയായിരിക്കണം പഞ്ചസാര, എടുക്കുന്ന ഈസ്റ്റിൻ്റെ 20 ഇരട്ടിയായിരിക്കണം വെള്ളം. ഇനി ആ തയ്യാറാക്കുന്ന രീതി കൂടി ഞാനൊന്ന് പറയാം, എങ്കിൽ മാത്രമേ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള പ്രവർത്തനം മൂലമാണ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ രുചിയെ സാരമായിട്ട് ബാധിക്കുന്ന, ഇല്ലേ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് പെർഫെക്ഷൻ കിട്ടാതിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. ഈസ്റ്റ് ലൈനിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ സൂചിപ്പിച്ചു, 5 ഗ്രാം ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ അതിന് നേരെ ഇരട്ടിയായിരിക്കണം പഞ്ചസാര എടുക്കേണ്ടത്, അതിൻ്റെ 20 ഇരട്ടിയായിരിക്കണം വെള്ളം എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 100 ml വെള്ളം എടുത്ത്, വെള്ളത്തിൻ്റെ തൂക്കവും അളവും ഒന്ന് തന്നെയാണ്, 100 ml വെള്ളം എടുത്ത് അത് തിളപ്പിക്കുക. ആ വെള്ളത്തിലേക്ക് പഞ്ചസാര ലയിപ്പിക്കുക. അങ്ങനെ ലയിപ്പിച്ചിരിക്കുന്ന പഞ്ചസാര ലായനിക്ക് ചെറു ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 5 ഗ്രാം ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 100 ml വെള്ളമെടുത്ത് തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് 10 ഗ്രാം പഞ്ചസാര എടുക്കുന്നു. 10 ഗ്രാം പഞ്ചസാര ഇട്ട് അത് ലയിച്ചതിന് ശേഷം വെള്ളത്തിന് ചെറു ചൂടാകുമ്പോൾ മാത്രം അതിലേക്ക് 5 ഗ്രാം ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പം അങ്ങനെ 5 ഗ്രാം ഈസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കാൻ പോകേണ്ട ആവശ്യമില്ല. ആ ഇടുന്ന ഈസ്റ്റ് നേരെ പാത്രത്തിൻ്റെ അടിയിലേക്ക് താന്നുകൊള്ളും. അല്പസമയം കഴിയുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഇളക്കാതിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് അസ്വസ്ഥതയായിരിക്കും. ഇളക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷയായിരിക്കും. ഒന്നും സംഭവിക്കില്ല. ആ ഇടുന്ന ഈസ്റ്റ് വെള്ളത്തിലേക്ക് താന്നു കഴിഞ്ഞ് മുഴുവൻ ഈസ്റ്റും താന്നു കഴിയുമ്പോൾ ആ വെള്ളത്തെ അതുപോലെ പൊക്കിക്കൊണ്ട് വരികയാണ്. നമ്മൾ ഈസ്റ്റ് ലൈനിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഏകദേശം നിറയുന്നത് വരെ ഈസ്റ്റിൻ്റെ പ്രവർത്തനം മൂലം അത് പതഞ്ഞു പൊങ്ങുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു 5 ഇരട്ടി 6 ഇരട്ടി ആ അളവിൽ ഈസ്റ്റ് പതഞ്ഞു പൊങ്ങി വരുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ പതഞ്ഞു പൊങ്ങുന്നില്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈസ്റ്റ് ലൈനി പെർഫെക്ഷൻ ഇല്ല, അല്ല ഈസ്റ്റിന് ക്വാളിറ്റി ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഈസ്റ്റ് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് ചെറു ചൂടാകുമ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് ആ ഈസ്റ്റ് പാത്രത്തിനടിയിലേക്ക് താഴുന്ന സമയത്ത് അതെല്ലാം കൂടെ ആ വെള്ളത്തെ പൊക്കിക്കൊണ്ടുവരുന്ന പതഞ്ഞു പൊങ്ങി വരുന്ന ആ ഒരവസ്ഥ. നമ്മൾ ചെറിയ പാത്രത്തിലാണ് സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ചെറിയ പാത്രത്തിലാണ് എടുത്തു വെക്കുന്നതെങ്കിൽ ആ ഈസ്റ്റ് ലൈനി മുഴുവൻ പാത്രത്തിന് വെളിയിൽ പോകും. അതുകൊണ്ട് അല്പം വലിയ പാത്രം എടുത്ത് ഈസ്റ്റ് ലൈനി തയ്യാറാക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊള്ളുക. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന ഈസ്റ്റ് ലൈനി അതിൻ്റെ മച്ചുറാകുന്നതിന് വേണ്ടി, അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാകുന്നതിന് വേണ്ടി 1/2 മണിക്കൂർ ആവശ്യമുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ സമയം അങ്ങനെ വെച്ച് ഈസ്റ്റ് ലൈനിയുടെ പ്രവർത്തനം പൂർണ്ണമാക്കിയതിന് ശേഷം മാത്രമേ അത് ചേർക്കേണ്ട സാധനത്തിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. ആ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനിതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളും അതിൻ്റെ പ്രായോഗിക കാര്യങ്ങളും ഒന്ന് കൂട്ടിക്കലർത്തി പറയുന്നു. ശാസ്ത്രീയമായ കാര്യങ്ങളിൽ നമ്മൾ വെള്ളമെടുത്ത് തിളപ്പിക്കുക എന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞു. 5 ഗ്രാം ഈസ്റ്റാണ് എടുക്കുന്നത്, 100 ml ആണ്, 20 ഇരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത് എന്നും പറഞ്ഞു. അപ്പോൾ 100 ml വെള്ളമെടുത്ത് തിളപ്പിക്കുക. അങ്ങനെ തിളപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, വെള്ളത്തിനകത്ത് അണുക്കളുണ്ട്, വെള്ളത്തിനകത്ത് അണുക്കൾ നശിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ വെള്ളമെടുത്ത് തിളപ്പിക്കുക എന്ന് പറഞ്ഞത്.
രണ്ടാമത് നമ്മൾ പറഞ്ഞ വെള്ളത്തിലേക്ക് പഞ്ചസാര തിളപ്പിച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് പഞ്ചസാര ചേർത്ത് ലയിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ പഞ്ചസാര ചേർത്ത് ലയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈസ്റ്റിൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്ന, അത് പൂർണ്ണമായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ബൂസ്റ്ററാണ് പഞ്ചസാര. അതിനാലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞത് വെള്ളത്തിന് ചെറു ചൂടാകുന്ന സമയത്ത് ഈസ്റ്റ് ഇടുക എന്നാണ് പറഞ്ഞത്. വെള്ളത്തിന് കൂടുതൽ ചൂടുണ്ടാകുന്ന സമയത്ത് ഈസ്റ്റിനകത്തുള്ളത് ഫംഗസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അണുക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ അണുക്കൾ നല്ല ചൂടുവെള്ളത്തിലേക്കാണ് ഇടുന്നതെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നശിപ്പിക്കപ്പെടും. അങ്ങനെ നശിക്കാതിരിക്കുന്നതിനാണ് വെള്ളത്തിന് ചെറു ചൂടായതിനു ശേഷം മാത്രമേ ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇടാവൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞത് വെള്ളം തിളപ്പിക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ സ്വാഭാവികമായിട്ടുള്ള അണുക്കൾ നശിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആണ്. ഈസ്റ്റിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ലയിപ്പിക്കാൻ പറഞ്ഞത്. മൂന്നാമത്തെ വെള്ളത്തിന് ചെറു ചൂടാകുമ്പോൾ മാത്രമേ ഈസ്റ്റ് ചേർക്കാവൂ എന്ന് പറഞ്ഞത് ഈസ്റ്റ് അണുക്കളാണ്. ആ അണുക്കൾ നശിപ്പിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈസ്റ്റിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഭാഗികമായിട്ട് വെള്ളത്തിൽ ചൂട് കൂടുതലാണ് എങ്കിൽ ഭാഗികമായിട്ട് ഈസ്റ്റിലെ അണുക്കളുടെ പ്രവർത്തനം നമുക്ക് കിട്ടാതെ പോകും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അരമണിക്കൂർ സമയം വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചേർക്കേണ്ട സാധനത്തിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അരമണിക്കൂർ സമയം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈസ്റ്റിൻ്റെ പ്രവർത്തനം പൂർണ്ണമാകുന്നതിന് അരമണിക്കൂർ ആവശ്യമുണ്ട്. അത് മച്ചുറാകുന്നതിന് അരമണിക്കൂർ ആവശ്യമുണ്ട്. ആ അരമണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചേർക്കേണ്ടതിലേക്ക് ചേർക്കാവൂ. അതല്ല എങ്കിൽ സംഭവിക്കുന്നത്, മറ്റുള്ള സാധനത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈസ്റ്റിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടില്ല എങ്കിൽ ആ ഈസ്റ്റിൻ്റെ പ്രവർത്തനം മറ്റുള്ള ഏത് സാധനത്തിലേക്ക് ചേർത്താലും ആ ചേർക്കുന്ന നിമിഷം ഈസ്റ്റിൻ്റെ പ്രവർത്തനം നിലച്ചു പോകും. പിന്നെ അത് മറ്റുറാകുന്ന പ്രവർത്തനം നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അരമണിക്കൂർ സമയം കഴിഞ്ഞ് മാത്രമേ നമ്മൾ ചേർത്ത് വയ്ക്കാവൂ എന്ന് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ഈസ്റ്റ് ലൈനിങ് ഉണ്ടാക്കുന്നതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരാൾ ഈസ്റ്റ് ലൈനിങ് ഉണ്ടാക്കി അവർ ഏത് സാധനത്തിലേക്കാണോ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം ഉണ്ടാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന സാധനം പെർഫെക്ഷനുള്ള സാധനങ്ങളായിട്ട് മാറിയിരിക്കും. ആ സാധനത്തിൽ സ്വാഭാവികമായിട്ട് കിട്ടേണ്ട മയവും സ്വാഭാവികമായിട്ട് കിട്ടേണ്ട രൂപവും സ്വാഭാവികമായിട്ട് കിട്ടേണ്ട പുളിക്കുന്ന കാര്യവും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് കിട്ടേണ്ട രുചിയും, ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ആ സാധനത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ലൈനി ശരിയായ രീതിയിൽ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളിന് മാത്രമേ രുചികരമായ ഉൽപ്പന്നങ്ങൾ അതുപയോഗിച്ച് രുചികരമായ ഉൽപ്പന്നം ഉണ്ടാക്കാൻ സാധിക്കൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അപ്പമാണ്. എല്ലാവരും ഉടന്തി നിൽക്കുന്നത് ഉണ്ടാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ കാര്യം ഞാൻ അടുത്ത എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഞാനത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ഹെൽത്ത് ടോണിക് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന വൈൻ നിർമ്മാണത്തെക്കുറിച്ചും അതിനടുത്ത എപ്പിസോഡിൽ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഈ രണ്ട് സാധനങ്ങളും, അപ്പവും അതുപോലെ തന്നെ നമ്മുടെ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന വൈനുകളും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാളിന് അവരുണ്ടാക്കുന്ന ഉൽപ്പന്ന നിർമ്മാണത്തിൽ വളരെ കാര്യമായിട്ട് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരായിട്ട് അവർ മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈസ്റ്റ് ലൈനിങ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക എപ്പിസോഡായിട്ട് തന്നെ പറയുന്നതിന് തീരുമാനിച്ചത്. അപ്പോൾ ഈസ്റ്റ് ലൈനിങ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുകയും നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുകയും അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും
ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.